കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ ഓർത്ത് ഒരു വീഡിയോ ഇട്ടേക്കാം എന്നോർത്ത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ടിപ്സുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. അപ്പം നമുക്ക് അത് എന്തുവാന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഓക്കെ, നമുക്ക് കാണിച്ചു തരാം എന്തുവാന്നുള്ളത് കേട്ടോ. കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതെന്താണെന്നറിയാവോ? ഇത് കാണാവോ കൂട്ടുകാരെ? ഇതെന്താണെന്നറിയാവോ? കണ്ടോ, ഇതാണ് എരിക്കിൻ്റെ ഇല. കണ്ടോ, ഇതാണ് എരിക്കിൻ്റെ ഇല കേട്ടോ. എരിക്കിൻ്റെ ഇല കൊണ്ട് എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ എരിക്കിൻ്റെ ഇല അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ. ഇതുകൊണ്ട് എണ്ണ കാച്ചിയിട്ട് നമ്മുടെ വേദനയുള്ള ഭാഗത്തൊക്കെ തേച്ചാലായിട്ട് നമ്മുടെ നടുവിനും കാലിനും പിന്നെ ഉപ്പൂറ്റിക്കൊക്കെ വേദന വരുമ്പം അവിടെ രാത്രിയിൽ കുറച്ച് ആ ഉപ്പൂറ്റിയെ പുരട്ടിയിട്ട് കുറച്ച് നേരം ഇരിക്കണം. അങ്ങനെ സ്ഥിരം കുറച്ച് ദിവസം ചെയ്യുവാണെങ്കിൽ ആ ഉപ്പൂറ്റി വേദനയൊക്കെ മാറും കേട്ടോ. ഞാൻ എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പം നിങ്ങളെൻ്റെ വീഡിയോസ് കാണണം കേട്ടോ. ഇതാട്ടോ, ഇത് നമ്മൾ ഇവിടെ ഇതുണ്ട്, ഇവിടുത്തെ ഒരു പൂവുണ്ട് കേട്ടോ. ഇത് നല്ലതാണ് ഈ എരിക്കിൻ്റെ ഇല. അപ്പം നമുക്ക് എണ്ണ കാച്ചിയാലോ. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് കാച്ചിയായിരുന്നു, ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറച്ച് എണ്ണ എടുത്ത് കാച്ചാനായിട്ടാണ് കേട്ടോ നിങ്ങളെ എങ്ങനെയാണ് എണ്ണ കാച്ചുന്നെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇവിടുത്തെ പൂവും ഉണ്ട് കേട്ടോ, നല്ലതാട്ടോ എരിക്കിൻ്റെ ഇല. കണ്ടോ, എൻ്റെ ചെടിച്ചട്ടിയിൽ നല്ല കളറല്ലേ, കണ്ടോ, നല്ല പച്ച കളർ. എണ്ണ ഉണ്ടാക്കാനായിട്ട് പോയപ്പോഴത്തേന് എൻ്റെ ചട്ടിയിൽ ഈ ചെടി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് എടുത്തോട്ടോ. നല്ല ഭംഗിയില്ലേ? അപ്പം നമുക്ക് എണ്ണ ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ, ഗ്യാസ് അടുപ്പത്ത് വെച്ച് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ഉണ്ടാക്കിയതിരിപ്പുണ്ട്. അപ്പോൾ ഓർത്ത് ഒരു വീഡിയോ ഇട്ടാലോ, എല്ലാവർക്കും ഉപകാരമാവുമല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ ഇടുന്ന കേട്ടോ. ഇത് നല്ലതാട്ടോ, വേദനകളൊക്കെ മാറും കേട്ടോ. നമുക്ക് കുറച്ച് എണ്ണയ്ക്കകത്തേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഈ എണ്ണ ഇതിനകത്തോട്ട് എണ്ണ ഒഴിക്കാൻ ഞാൻ ശകലം ഉണ്ടാക്കുന്നത് കണ്ടോ. നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം നിങ്ങൾക്ക് അത് എടുക്കാം കേട്ടോ, എടുത്തുണ്ടാക്കാം. എൻ്റെ കൂട്ടുകാരിക്ക് നടുവിന് നീർക്കെട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നെ ഒരു ദിവസം വിളിച്ചപ്പോൾ അവൾ പറഞ്ഞ് ഇങ്ങനെ നടുവിന് നീർക്കെട്ടും വേദനയൊക്കെയാണെന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ അവൾക്ക് ഈ മരുന്ന് പറഞ്ഞു കൊടുത്തിട്ടോ. അത് കഴിഞ്ഞ് അവൾ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് നീ പറഞ്ഞ പോലെ ഞാൻ എണ്ണ കാച്ചി തേച്ചു എന്നിട്ട് കുറഞ്ഞെന്ന് പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം. അന്നേരം ഇപ്പോൾ എൻ്റെ ഈ കൊച്ചറിവ് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രയോജനപ്പെടുത്തുന്നോർത്തുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നു കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഒരു കാശ് മുടക്കുമില്ല. നമ്മുടെ എരിക്കിൻ്റെ ഇല ഇതുണ്ടോ, ഇതിപ്പോൾ പറിച്ചുകൊണ്ട് വന്ന കേട്ടോ. പച്ച ഇലയായിരിക്കണം കേട്ടോ. അപ്പം എണ്ണ ഞാൻ ശകലം ഉണ്ടാക്കുന്നുള്ളൂ, കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിരിപ്പുണ്ടായിരുന്നു. അപ്പം നമുക്ക് എരിക്കിൻ്റെ ഇല ഇതിനകത്തോട്ട് എണ്ണ ചൂടായി കഴിഞ്ഞ് നമുക്കിത് എരിക്കിൻ്റെ ഇല ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഞാനൊരു 3 കുഞ്ഞി ഇല, 2 എണ്ണം എടുക്കരുത് കേട്ടോ, എപ്പോഴും 3 എണ്ണം എടുക്കാതെ 3 കുഞ്ഞി ഇല പിന്നെ ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളതുകൊണ്ടേ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇത് അവിടെ കിടന്ന് ഇച്ചിരി വരെ മൂത്ത് ഇല നല്ല കറുപ്പ് കളറായി വരുന്നിടം വരെ മൂക്കട്ടെ കേട്ടോ. ശകലം ഉണ്ടാക്കുന്നുള്ളൂ, നിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാക്കുക കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അമ്മച്ചി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചിക്ക് ഇതുപോലെ കാലിന് വേദന. അന്നേരം ഇപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കി കൊടുത്തായിരുന്നു, അമ്മച്ചിക്ക് ഉണ്ടാക്കി കൊടുത്ത് വിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ശകലം എനിക്ക് ഇരിപ്പുണ്ട്. അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് ഞാനൊരു ശകലം ഉണ്ടാക്കിയതാട്ടോ. അപ്പം നിങ്ങളിത് വേണം, എന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കണ്ടോ, ഒന്ന് ഇളക്കി കൊടുക്കുക. ഇച്ചിരി നേരം എണ്ണയ്ക്കകത്ത് കിടന്ന് ഇതൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. കണ്ടോ, പക്ഷേ ഇതിലും വെളിച്ചെണ്ണയെക്കാട്ടിൽ ഏറ്റവും നല്ലത് എന്താണെന്നറിയാം, നമ്മുടെ നല്ലെണ്ണയില്ലേ, നല്ലെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. ഇത് മൂക്കട്ടെ കേട്ടോ, തീ ചെറുതായിട്ടേ കൊടുത്തിട്ടുള്ളൂ, അതവിടെ കിടന്ന് മൂക്കട്ടെ. മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു കൂട്ടം കൂടി ഇടാനുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്തുവാന്ന്. കൂട്ടുകാരെ, ഇത് കണ്ടോ, ഇത് നല്ലപോലെ മൂത്ത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഇതിനകത്തിടാനായിട്ടൊരു സാധനം കൊണ്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു തുള്ളിയേ ഇടാവുള്ളൂ, അതിൽ കൂടുതൽ ഇടരുത്. ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. കണ്ടോ,
ഇത്രയും ചെയ്താൽ മതി കേട്ടോ. ഒരു തുള്ളിയേ മഞ്ഞൾപ്പൊടി ഇടാവുള്ളൂ, അതിൽ കൂടുതൽ ഇടരുത് കേട്ടോ. ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കുക നല്ല മൂത്ത്. എന്നിട്ട് ഇത് നമ്മളൊരു പാത്രത്തിൽ എടുത്തൊന്ന് അടച്ച് വെക്കുക. നമുക്ക് വേദനയുള്ള ഭാഗത്ത് ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. നല്ല കേട്ടോ. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ കേട്ടോ. നിങ്ങളൊന്ന് തേച്ച് നോക്കുക. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ കൊച്ചു വീഡിയോസൊക്കെ കാണണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു.